ചെയ്യത്തില്ല, കഴിവുള്ളതല്ല. അപ്പൊ ചോദിച്ചു ഞങ്ങളുടെ കാര്യം പോക്കാണല്ലോ എന്ന്. ഏതായാലും ചിലപ്പോൾ ഒത്തു കിട്ടിയേക്കാം. ഓക്കെ, അടുത്തത് 6:11. അതെ, ഇപ്പൊ പ്രസംഗിച്ചാൽ അതിന്റെ അവസാനം പോയിന്റ് പറയാൻ പറ്റാത്ത അടുത്തൊരു വാണിംഗാണ്. കേൾക്കുന്ന വാണിംഗ്. അവസാനത്തിൽ എന്ത് വേണം? ആദ്യത്തെ പാട്ട് പാടാൻ ഉത്സാഹമല്ല, രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞപ്പോൾ പോയി ഇനി ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ ഈ 2009 ഒറ്റ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല, ഒറ്റ ആരാധന മുടക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇന്ന് ആരാധിക്കുന്നില്ല. അല്ല, ആദ്യ വിശ്വാസം അവസാനത്തോളം. അതുപോലെ തന്നെ പറയുന്നു, ഉത്സാഹം എങ്ങനെ ചെയ്യണം? ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറന്നു കളയാൻ ദൈവം ആരും. മനുഷ്യരൊക്കെ മറക്കുന്നേ. മനുഷ്യർക്ക് ദൈവം ഇന്നലെ കണ്ട് ചിരിച്ചു, ഇന്ന് ചിരിച്ചിട്ട് അവർ പറയുന്നു ഇത്രയോ മനുഷ്യരെ കണ്ട് ഇങ്ങനെ പോയത്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നമ്മെ നോക്കി ചിരിച്ചതാ. ഇന്ന് ചിരിച്ചിട്ട് എന്താ പറയുന്നത്? എല്ലാ ആഴ്ചയും ഫോൺ ചെയ്ത നാട്ടിൽ എത്ര നാളായി വിളിച്ചിട്ട് അവിടെ പറഞ്ഞില്ലേ. പക്ഷേ ഇതൊന്നും മറന്നു കളയാൻ ദൈവം ആരല്ല. 2 ആഴ്ച നോക്കാക്കിയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് കർത്താവൊന്നും പണി പോകുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം. എന്തെങ്കിലും ഒന്നും ദൈവത്തിന് വേണ്ടി ചെയ്തില്ലെന്നോ ഒരു വർഷം ഒന്നും ചെയ്തില്ലെന്നോ ഓർത്തുകൊണ്ട് നിങ്ങളെ മറന്നു കളയുന്ന ദൈവമൊന്നുമല്ല നമ്മുടെ ദൈവം. അങ്ങനെയുള്ള അനീതിയും നാളെ പക്കലില്ല, ദൈവത്തിന്റെ പക്കലില്ല. പക്ഷേ എന്നാൽ എഴുതണം, ഉത്സാഹം അവസാനത്തോളം കാണിക്കണം. ഈ എരിവ് അവസാനത്തോളം. ഒരു മുളക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല് തൊട്ട് തല വരെ എന്തായിരിക്കും? നമ്മുടെ സ്വഭാവം തന്നെ മുളകിന്. ഈ സൃഷ്ടികൾക്കൊക്കെ എന്തോ ഒരു ഗുണം. പട്ടി എന്നൊക്കെ പറയാൻ കുരയ്ക്കാൻ പറഞ്ഞാൽ കൂടി കുറച്ചും കൂടി പറ്റില്ല. അത് കുരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ കേട്ടത്? നമ്മളാണെങ്കിൽ ഞായറാഴ്ച പറഞ്ഞ പട്ടി പറയും കുരയ്ക്കാനിരിക്കും, കുരയ്ക്കാനിരിക്കത്തില്ല. ഇവിടുത്തെ പട്ടിയുടെ നാട്ടിലെ പട്ടില്ല. അത് ഈ തെരുവിൽ കിടക്കുന്ന പട്ടിയാണെങ്കിലും വീട്ടിലെ പട്ടിയാണെങ്കിലും ഒറ്റ സൗണ്ടില്ല. തല്ലുകൊണ്ടാലും കളനെ കണ്ടാലും അത് ഒറ്റയാലും കയ്യിന്നോ ജയിന്നോ ഓട്ടോട്ടനോ എന്ത് വേണ്ട ഈ പട്ടി പറയുന്നത് കേട്ടില്ല. അപ്പൊ ഇത് ഭയങ്കര കൊലയാണ്. കാരണം അതിനറ്റ നമുക്കങ്ങനല്ല. നമുക്ക് ടോണ് മാറ്റാൻ അറിയാം. നന്മ കിട്ടുമ്പോൾ ഒച്ചത്തിലും നല്ല സിനിമ വരുമ്പോൾ സൗണ്ട് കുറച്ചു പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പല സമയം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് രാവിലെ ദൈവത്തിന് അറിയണം. ആ ഉത്സാഹം അവസാനത്തോളം കാണിക്കണം. ലോകത്തിലെ ദൈവം നമ്മെ ഏത് വൃക്ഷമെടുത്താലും ഏത് ഫലമെടുത്താലും ഏത് വസ്തു എടുത്താലും അത് ഒറ്റ ഗുണമുള്ളത്. മെറ്റീരിയൽ ക്വാളിറ്റീസ് ആർ സെയിം. എനിത്തിങ് ഫ്രം ദിസ് വേൾഡ്. ലോകത്തിലെ ഏത് മെറ്റീരിയൽ എടുത്താലും അതിന് ഗുണം. പക്ഷെ തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച തന്റെ സാധനത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് മാത്രം തല മുതൽ കാൽ വരെ സ്വഭാവത്തിന് മാറ്റം. അതാണ് ദൈവത്തെ ഏറ്റവും വിഷമിപ്പിച്ചത്. കൂടെ നടന്നപ്പോൾ മുതലിയ കൂടെ ഇരുന്നപ്പോൾ കാണിക്കുന്ന സ്വഭാവം ഒന്ന് മാറി നിൽക്കുമ്പോൾ കാണിക്കാത്ത ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്ന ഈ എരിവ് നിവർത്തിയണം. അവസാന ഉത്സാഹം അവസാനം വരെ ഉണ്ടായിരിക്കണം. അടുത്ത നമ്മുടെ വാണിംഗ് 6:12. വിശ്വാസത്തിൽ മന്ദത ഉണ്ടാകരുത്. വിശ്വാസത്തിൽ എന്ത് വരാൻ പാടില്ല? അല്പം സ്ലോ ഇനി ഇപ്പൊ ചില കാര്യമൊന്നുമില്ല, സ്ലോ സ്പീഡിലൊന്നും പോവാം. അല്ല, മഴയാണ് അതൊക്കെ പോവാം. അങ്ങനെയൊന്നുമല്ല. വിശ്വാസം എന്ത് വരാൻ പാടില്ല? ക്ലൈമറ്റിക്കൽ ചേഞ്ച് നമ്മുടെ വിശ്വാസത്തിന്റെ യാത്രയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലേ? ആദ്യ വിശ്വാസം അവസാനത്തിൽ മുറുകെ പിടിക്കണം. നല്ല കൊടുക്കണം, ഓട്ടം തികയ്ക്കണം. ഫിനിഷിംഗ് ലൈനിലെ പെട്ട് നമ്മുടെ ആമയുടെ മുയലിന്റെയൊക്കെ കഥ പറയുന്ന പോലെ തന്നെ അവരുടെ കഥയാണ്. മുയൽ വിചാരിച്ചു ഞാൻ എത്ര ഓടി വരാം, അല്ലേ? ഞാൻ 10 ചാട്ടം ചാടുമ്പോൾ അവന് ഒരു ഇഞ്ച് പോലും ഇടയാൻ പറ്റാം. അതുകൊണ്ട് 2 ദിവസം ഞാൻ എടുക്കാൻ പോവാം. ഫസ്റ്റ് പല കഥകളുണ്ട്. ഒരു കഥയാണല്ലോ, ആമ എന്ത് ചെയ്തു? മരത്തിന്റെ ഓടി കിടന്ന് ഉറങ്ങി. അന്നേരത്തേക്ക് മറ്റേ വിളിക്കും സ്വന്തം പറഞ്ഞ പുള്ളി വീട്ടിൽ പോയിട്ട് കഴിഞ്ഞു പോയി അല്ലേ? അപ്പൊ ഞായറാഴ്ച രാവിലെ മുയൽ എഴുന്നേറ്റ് ഇന്ന് ഒറ്റ ഓട്ടമാണ്. ഞാൻ 8:30 ഓടി 9 ചെല്ലും. ചെന്നപ്പോ തന്നെ ആൾക്കാരെല്ലാം പ്രാവശ്യം പോയി കിട്ടും. ഞാൻ പറഞ്ഞതിന്റെ കാരണം അല്ലല്ല, കഴിഞ്ഞ ഒരാഴ്ച ദൈവം തന്ന പല അവസരങ്ങളും നഷ്ടമാക്കാറുണ്ട്. ഇതുപോലാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ വിശ്വാസത്തിന്റെ എരിവും മന്ദതയുള്ളതായി ഇടയ്ക്കൊരു സ്ലോ മോഷൻ പാടില്ല. വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ തളർത്തുവാൻ കഴിയാത്ത വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾക്കാൽ ഇന്ന് രാവിലെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഓക്കെ, അങ്ങനെ നമുക്കൊരു മന്ദത പാടില്ലെന്ന് ഇവിടെ പറ ചുരുക്കുണ്ടായിരിക്കണം. 6:18-19. ഓടി ആ പ്രത്യാശ മുറുകെ പിടിക്കണം. ശരണത്തിനായി ഓടി വന്ന് എപ്പോഴും മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ പ്രത്യാശയാണ്. നമ്മുടെ പ്രത്യാശയെ മുറുകെ പിടിക്കണം. വേഗം മുന്നോട്ട് പോകാം. അതിന്റെ ഈ 10:24 മനഃപൂർവ്വം പാപം ചെയ്തു ഒരു വാണിയാണ്. ഹീബ്രു 10:26-27 ആരും മനഃപൂർവ്വം ചെയ്യരുത്. ഞാൻ അറിയാതെ ഞാൻ പാപം ചെയ്യാൻ മുന്നോട്ടോ കഴിയില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പോയി അവനെ അത് പറയും എന്ന് പറഞ്ഞു പോയാൽ അതെന്താണ്? മനഃപൂർവ്വം ചെയ്ത പാപം. അതുകൊണ്ട് അതിനാണ് സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ
അവ എന്റെ മേൽ എന്ത് ചെയ്യരുത്. ഇന്ന് പറഞ്ഞാൽ നാളെയും പ്രിപ്പയർ ചെയ്ത് പോയി പറയും. മെസ്സേജൊക്കെ പ്രിപ്പയർ ചെയ്ത് പോലല്ലോ ആൾക്കാരോട് തോരക്കുണ്ടാക്കില്ല. കാരണം പ്ലാൻ ചെയ്തിട്ട് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് പറയണം എന്നൊക്കെ നിങ്ങൾ കാര്യം പറഞ്ഞില്ല. ഇന്ന് ഞാൻ വൈകുന്നേരം കള്ളു വിളിച്ചിട്ട് വരുമ്പോൾ അങ്ങനെ കാരണം പ്ലാൻ ചെയ്താൽ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കാണാം ആ വഴിക്ക് പോലീസുകാരൊന്നുമില്ലെങ്കിൽ അന്ന് വിളിച്ചിരിക്കും. അപ്പൊ അത്രയ്ക്ക് ഡീസന്റാണ് ഞാൻ പറഞ്ഞതിന്റെ കാരണം. മനഃപൂർവ്വം എന്ത് ചെയ്യരുത്, പ്രീ പ്ലാൻഡ് ആയി. ഞാൻ പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിയൊന്നും അല്ല. എനിക്ക് പ്രായം പത്തിന് വിഷയമല്ല. എന്നോടായാലും നിങ്ങളോടായാലും ഈ 155 വയസ്സുള്ള അപ്പച്ചനോടായാലും അബ്രഹാമിനോട് പോലും ദൈവം പറഞ്ഞു, നീ എന്റെ മുമ്പാണ് നഷ്ടകരായിരിക്കാം. എന്റെ അപ്പൻ കർത്താവിനെ എത്ര സേവിച്ചെന്നോ എന്റെ അമ്മ ദൈവവേലയ്ക്ക് എത്ര കൊടുത്തുവെന്നും അതൊക്കെ അനുഗ്രഹത്തിന്റെ മണ്ഡലത്തിൽ കടക്കരുത്. എന്റെ പാവങ്ങളെ ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് എന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. ആ ദൈവം സ്വർഗത്തിൽ കണക്കെഴുതി വെച്ചിട്ടുണ്ടെന്ന്. കാരണം അത് ശരീരത്തിൽ അനുഭവിച്ച് തീർക്കണം. ഇപ്പോൾ തുറന്നു പറയാം വചനത്തിന്റെ അടിസ്ഥാനം. എന്നോട് കുടുംബത്തിന് എപ്പോഴും പറയും, എല്ലാവരും പറയുന്ന ഇവിടെ ചെയ്യുന്ന പാവങ്ങൾക്ക് സ്വർഗത്തിൽ ചെന്നിട്ട് ശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, അത് നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ച് തീർത്തിരിക്കും. അത് ദൈവത്തിന്റെ പറയാം. വചനത്തിൽ നിങ്ങൾ ചെയ്യാം. അത് ശരീരത്തിൽ അനുഭവിച്ച് തീർത്തിട്ട് സ്വർഗം നമ്മളെ കൊണ്ടുപോകും. ചിലപ്പോൾ 1 മാസമായിരിക്കില്ല, 60 വർഷം ചെയ്ത, 40 വർഷം ചെയ്ത, 1 ദിവസം ചെയ്ത പലതിന്റെയും ശിക്ഷ ഞാൻ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വരും. അത് വരാതിരിക്കാൻ മനഃപൂർവ്വം എന്ത് ചെയ്യരുത്. അതുകൊണ്ട് എല്ലാ പ്രശ്നവും എല്ലാ പ്രതികൂലവും ദൈവത്തിന്റെ ശിക്ഷയാണെന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട്. അത് ശരീരത്തിൽ അനുഭവിച്ച് തീർക്കേണ്ട, അതിന് നാം അവസരം ഉണ്ടാക്കരുത്. മനഃപൂർവ്വം ചെയ്യരുത്. അതുകൊണ്ട് ദാവീദിനോട് ദാവീദ് പ്രാർത്ഥന വീരനല്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം ചെയ്ത പാവമായതുകൊണ്ടാണ് ഏറ്റു പറഞ്ഞ് അനുഭവിച്ചിട്ട് പറഞ്ഞത് ആ കുഞ്ഞിന് ജീവിച്ചിരിക്കത്തില്ല. നാളെ പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്തത് കൊണ്ട് ആ കുഞ്ഞിന് ജീവിച്ചിരിക്കത്തില്ല. നിന്റെ കാലത്ത് ഞാൻ രാജ്യത്ത് നടത്തില്ല, പക്ഷേ നീ ഇത് രഹസ്യമായി ചെയ്തുകൊണ്ട് നിന്റെ തലമുറ ഇത് പരസ്യമായി ചെയ്യും. സങ്കീർത്തനം എഴുതാനതിന്റെ കുഴപ്പമല്ലെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം, ഞാൻ ചെയ്ത അനീതി സ്വർഗം എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എന്റെ തലമുറ വരെ അനുഭവിക്കും. അത്രയ്ക്ക് ഭയങ്കരനായ ദൈവത്തെ നാം സേവിക്കുന്നത്. അത് ഓർത്ത് നാം ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഹല്ലേലൂയ അത് ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം അർപ്പിക്കുകയും വേണം. ഹല്ലേലൂയ. മനഃപൂർവ്വം പാപം ചെയ്യരുത്. 10:24 നിങ്ങളോടല്ല പേരത്തോടെ പറഞ്ഞു. സഭായങ്ങൾ ചെയ്തത്. സഭായം എന്ന് പറഞ്ഞ ഞായറാഴ്ചയല്ല. നമുക്ക് അവർക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ അവർ പ്രാർത്ഥന അത് മുടക്കരുതെന്ന് പറഞ്ഞു. വീട്ടിൽ ചുമ്മാ ഇരിക്കണം. ഞാൻ ജോലിയുള്ളപ്പോൾ ഇന്ന് ഞാൻ വാക്ക് പറഞ്ഞു ഞാൻ ജോലിക്ക് വരുന്നില്ല, ജോലി വിളിക്കും. കാരണം നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ദയവ് ചെയ്താലും സഭായത്തിന് വരണ്ടേ. അല്ലെങ്കിൽ സഭായ ഉള്ളപ്പം അതിന് ഒരു കാര്യം വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നീ വൈദ്യുതി ജോലിയൊക്കെ ചെയ്തുകൊണ്ട് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ എന്നോട് പറയാമെങ്കിൽ 12 മണിക്ക് പോലെ എന്നോട് പറയാമെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് അവസരം നിങ്ങൾ വീടിന് അടുത്ത അവസരം ഉണ്ടെങ്കിൽ കഴിവുള്ള യോഗങ്ങൾ മുടങ്ങാതെ വരണം. ഈ ഒരു വർഷക്കാലം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താണ് വലിയ കാര്യങ്ങൾ ചെയ്തത്. ചോദിച്ചാൽ പറഞ്ഞു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചത്തെയാണ് ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ് എവർ ഐ ഹാവ് സീൻ ഇൻ ദിസ് ചർച്ച്. ഞായറാഴ്ച 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ അന്ന് 10 മിനിറ്റ് ശുശ്രൂഷിക്കുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. വരുന്ന 15 പേരും എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ അവസരമാണ്. പിന്നെ ചൊവ്വാഴ്ച ഈ വർഷം കൊണ്ട് എല്ലാവർക്കും സാക്ഷ്യം പ്രസംഗമൊക്കെ കൊടുക്കാൻ താല്പര്യം. ഞാൻ പറഞ്ഞ കാരണം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകളാണ്. ഇന്ന് വരുന്നവർക്കറിയാം എന്ത് അനുഗ്രഹമാണ്. ആ കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞ 34 നോക്കിയത് അന്ന് പ്രാർത്ഥിച്ച അതിൽ 95% വിഷയങ്ങൾക്കും ദൈവം മറുപടിയാണ്. അവരാരും സഭയിൽ വന്ന് എന്നിട്ട് ഒരു സാക്ഷ്യവും പറഞ്ഞില്ല, അവരാരും സഭയിലൊന്നും പറഞ്ഞില്ല. ഈ വന്നവരെല്ലാം കണ്ണുനീരൊഴുക്കി ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും പേര് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് ഇതെന്നാണ് പറഞ്ഞത്. ഇവരുടെ എല്ലാ കുടുംബത്തിനും പിള്ളേരുടെ പേര്, കൊച്ചുപിള്ളേരുടെ പേര് ആ പറഞ്ഞ ഓരോന്നെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും. ആ പറഞ്ഞ സാക്ഷ്യത്തിന്റെ പ്രാർത്ഥനയുടെ ഒക്കെ മറുപടി 31-ാം തീയതിക്ക് മുമ്പ് ദൈവം സഭയിൽ തന്നു കഴിഞ്ഞു. നിങ്ങളോട് വിശ്വസിക്കത്തില്ല. അതുപോലെ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഞാൻ പറഞ്ഞതല്ലേ, മനഃപൂർവ്വം സ്വഭാവവും മുടക്കരുത്. മനഃപൂർവ്വം ആരാധന കഴിവുണ്ടെങ്കിൽ മേക്ക് യുവർ പ്രസൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവസന്നിധിയിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊടുത്താൽ റൈഡില്ല അല്ല ആരുകളെ കൊണ്ടുവരാൻ ജോലി അതൊന്നല്ലേ പറഞ്ഞത്. അവസരമുള്ളപ്പോൾ അത് മുടക്കരുത്. അടുത്ത വാക്യം അല്ല 10:30. നമ്മുടെ പ്രതിഫലത്തിന്റെ കാരണം നമ്മുടെ ധൈര്യം. എന്തും ചെയ്യാനെന്താ എനിക്ക് ഒന്നിനും പേടിയില്ലെന്നൊക്കെ പറഞ്ഞ ധൈര്യം ഉണ്ടല്ലോ. മഹാപ്രതിഫലമുള്ളതാണ് നമ്മുടെ ഈ ധൈര്യം. സ്വാതന്ത്ര്യ നമ്മുടെ ധൈര്യത്തിന് പിശാച് എന്തോ പേടിയത്. നമ്മൾ വിറച്ചോളത്തിൽ നിന്നല്ല പിശാച് കൊണ്ട് വരുന്നത്. അല്ലാതെ നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ പിശാച് ചെയ്യും. ഞാൻ ഓടി പോകുന്നു. നമ്മളിങ്ങനെ ആടിയാടി ഞാൻ ഓടണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന പിശാച് ഓടുന്നത് അല്ലേ. അതുകൊണ്ട് പിശാച് എന്ന് പറയുന്നതിനെക്കാട്ടി അല്ലേ നമ്മളെ കാണുമ്പോൾ തന്നെ ഓടണം. ഞാൻ ഇപ്പൊ ഒരു വീട് എടുത്തല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ഒരു വീട് താമസിക്കുന്നത്. ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്ത് വീട് എടുക്കാൻ. ഇപ്പൊ നമ്മൾ അവിടെ താമസിച്ചിറങ്ങും. അന്ന് വീട്ടിൽ കയറിയപ്പോൾ തൊട്ട് രാത്രി മൊത്തം പ്രശ്നം. രാവിലെ മുതൽ ഞാൻ പലപ്രാവശ്യം വിളിച്ചത് ആ ഫ്രഷ് വർക്ക് ഇത് വയ്ക്കുന്നത്. രാത്രി 12 മണിയാകുമ്പോൾ എല്ലാ പ്രശ്നം തന്നെ പ്രശ്നമാകും. രാത്രി അമ്മ
റേഷൻ ഇടുന്ന എന്താ പറ്റുന്നത് റേഷൻ ഇച്ചിരി പേരെയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ അവിടെ പോകുമ്പോൾ അവസാനം ഏതായാലും നോക്കി പിള്ളേരോട് പിള്ളേരുടെ ഉറങ്ങുമ്പോൾ